ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനവുമായി ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്ക് പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുന്നു. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന എവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചിതറിപ്പാർക്കുന്നവരും പരദേശികളുമായിരിക്കുന്ന ദൈവജനത്തെ പ്രബോധിപ്പിക്കുമ്പോൾ പത്രോസ് അവരോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രത്യേക കാര്യമാണ് നമുക്കിവിടെ വായിച്ച് കേൾക്കുവാൻ നമ്മുടെയായി തീർന്നത്. നിങ്ങളിലുള്ള ആ വലിയ പ്രത്യാശയെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന ഏവനോടും നിങ്ങൾ ഉത്തരം പറയേണ്ടത് ആവശ്യമാണ്. പ്രതികൂലം നിറഞ്ഞ ഈ ലോകത്തിൽ പലപ്പോഴും വിശ്വാസ സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങൾ നേരിടേണ്ടതായി വരും. ഏറ്റവും അധികം ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ കർത്താവിനെ കുറിച്ചുമുള്ളതാണ്. എന്നാൽ ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകേണ്ടത് ആവശ്യമാണ് എന്നുള്ള വസ്തുത പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് ലോകത്തോട് പറയുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെ ഈ അധ്യായത്തിൽ ഇതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. ആ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. 4 കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കൊണ്ടും കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട 4 കാര്യങ്ങൾ. അതിൽ 1-ാമത്തെ കാര്യം, നമ്മുടെ കർത്താവ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ്. 18-ാം വാക്യം നാം വായിക്കുന്നത്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. മനുഷ്യനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പാപത്താൽ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവനായെന്ന് മനുഷ്യർ എല്ലാവരും. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരുന്നു. മാത്രമല്ല അതിക്രമങ്ങളാലും പാപങ്ങളാലും മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവരായിരുന്നു. പഴയ നിയമത്തിൽ ദൈവം നിയോഗിക്കുന്ന ചില വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അല്ലാതെ ചെല്ലുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടും കഴിയുന്നത്. എന്നാൽ കൃപായുഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് എല്ലാവർക്കും അടുത്ത് ചെല്ലുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കുകയാണ്. അതിന് കാരണമായി തീർന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ഒരു പുതിയ വഴിയെ തുറന്നു. യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും നമുക്ക് നൽകി തരുവാൻ നമ്മുടെയായി തീർന്നു. മാത്രമല്ല അപ്പോൾ നാം വായിക്കുമ്പോൾ കാണുന്നത്, അതുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദൈവമുമ്പാകെ മധ്യസ്ഥനായി തീർന്നിട്ട് പാപികളും ദൈവവിരോധികളുമായിരുന്ന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ഭാഗ്യമായ ഒരു പദവി നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുകയാണ്. കാൺമീൻ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിദൂരത്തായിരുന്ന അവൻ നമ്മെ നമ്മുടെ കർത്താവിനോട് പിതാവിനോട് അടുപ്പിക്കുവാൻ നമ്മുടെ യാത്ര. മാത്രമല്ല
സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങൾക്കും നമ്മെ അവകാശിയാക്കി തീർത്തത് യേശുക്രിസ്തുവിലൂടെയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് ആരായി തീർന്നു എന്നുള്ളത് ലോകം ചോദിച്ചാൽ നമുക്കും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷത്തോടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തെ പറയുവാൻ കഴിയും, ഞാൻ ദൂരത്തായിരുന്ന എന്നെ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ എന്നെ പ്രാപ്തനാക്കി തീർന്നത് യേശുക്രിസ്തു മൂലമാണ്. രണ്ടാമത്തെ കാര്യം, പത്രോസിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായിരുന്നു എന്നുള്ള കാര്യം അവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ വിസ്തരിച്ച നീതിന്യായ കോടതികളിലൊക്കെ നാം ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ സാക്ഷാൽ നീതിമാനായിരുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ യാതൊരു പാപവുമില്ല, അവൻ സാക്ഷാൽ നീതിമാനായിരുന്നു എന്നുള്ളത് ക്രിസ്തുവിനെ വിസ്തരിച്ച ന്യായാധിപന്മാരും ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരും ആ ക്രൂശിനരികെ നിന്ന പടയാളികളും ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കണ്ടു നിന്നവരൊക്കെ ഒരുപോലെ ആവർത്തിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് സാക്ഷാൽ നീതിമാനായിരിക്കെ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ അവസ്ഥകളെ കുറിച്ചും താഴെ നാം വായിക്കുന്നുണ്ട്. അവൻ നീതിമാനായിരിക്കുമ്പോൾ തന്നെ നീതികെട്ടവർക്ക് വേണ്ടി മരിച്ചു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച മൂന്നാമത്തെ കാര്യം നാം ഇവിടെ കാണുകയാണ്, നീതികെട്ടവരായ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് മരണം വരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച മരണം, തൻ്റെ മരണത്താൽ നമ്മുടെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന നിത്യമായ മരണം എന്നേക്കും നീക്കി നമുക്ക് നിത്യജീവൻ നൽകി തരുവാൻ തക്കണമിടയായി തീർന്നു. നാം ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവരായി, നിത്യജീവനില്ലാത്തവരായി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിനധീനമായ ശരീരത്തെ തന്നെ ആര് വിടുവിക്കുമെന്ന് നിലവിളിക്കുന്ന ഒരു ദയനീയമായ രംഗം, പാപത്തിന്റെ അഗാധമായ കുഴിയിൽ കിടന്നിരുന്ന ആ ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ മരണത്താൽ നമുക്ക് വേണ്ടി വലിയ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരുവാൻ തക്കടമുടയായി തീർന്നു. ലോക ചരിത്രത്തിൽ നീതികെട്ടവർക്ക് വേണ്ടി മരിച്ച ഏക വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമാണ്. കർത്താവ് നീതികെട്ടവരും ദുഷ്ടന്മാരുമായ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നമുക്കൊരു നിത്യജീവനുണ്ടായി എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം നാം ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ മരിക്കപ്പെട്ട കർത്താവ് അവൻ ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു. 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് കേവലം മരിച്ച കല്ലറകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും പൂഴ്ചയും മഹത്വവും ഒക്കെ നാം അർപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ കാര്യമുണ്ട്. മരിച്ച കല്ലറകളിൽ കേവലം അടങ്ങിയിരിക്കുന്ന ഒരു മൃതശരീരത്തെയല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന അനുഗ്രഹീതനായ മഹത് വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായി നമ്മുടെ നടുവിലുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവൻ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശയുണ്ട്. താൻ ജീവിക്കൊണ്ടൊരിക്കൽ നാമും അവനെ പോലെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് അവനോട് ചേർന്ന് നിത്യകാലം വസിക്കുമെന്നുള്ള അനുഗ്രഹീതമായ ഒരു ഭാഗ്യമായ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് നമ്മെ ദൈവത്തോട് അടുപ്പിച്ചവനാണ്. അവൻ സാക്ഷാൽ നീതിമാനാണ്. മാത്രമല്ല നീതികെട്ടവരായ നമ്മൾക്ക് വേണ്ടി മരിച്ചവനാണ്. മരിക്കുക മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. ആകയാൽ ഈ പ്രത്യാശയുള്ളവരായി, ഈ മഹാപ്രത്യാശയോടുകൂടെ ഇന്ന് പ്രഭാതത്തിലും കർത്താവിനെ ആരാധിക്കാം. ലോകത്തോട് നമ്മൾ പ്രത്യാശ വിളിച്ചു പറയുവാൻ ഈ ചെറിയ ചിന്തയാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പാപശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ, പാപശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ, സ്നേഹഹസ്തം നീട്ടിയെന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ, സ്നേഹഹസ്തം നീട്ടിയെന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ
താഴ്ചയിലോർത്തൈശനെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ.